ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുക്കിങ്ങിൽ നിന്ന് മാറി നിന്നിട്ട് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു ടൈം 10 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മയുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കാണിക്കണത് കൊടംപുളിയുടെ മരമാണ് കേട്ടോ. ഒരു കൊടംപുളി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ അടുത്തത് ഈ ഒരു ചെടിയാണ് കേട്ടോ. ഈ ചെടിയുടെ പേരൊന്നും അറിയില്ല. പിന്നെ അത് കഴിഞ്ഞത് ഈ ഒരു ചെടി ഉള്ളതാണ് റോസ്. അത് മാത്രം അറിയാം. അതെ, റോസ് ഇതിലൊരു പൂ നിൽക്കുന്നുണ്ട് കേട്ടോ. അതെ, ഈ ഒരു ചുവപ്പ് കളർ ചെടി, അതിൻ്റെയും പേരറിയില്ല ഗൈസ്. അടുത്തത് വേറൊരു റോസാ ചെടിയാണ് കേട്ടോ. ഇതിലൊരു ചെറിയ പൂ നിൽക്കുന്നുണ്ട് കണ്ടോ. ഇതിൻ്റെ പേരറിയാം, ഓർക്കിഡ്. ഈ ഒരു ചെടി, പിന്നെ ഇത് നേരത്തെ കണ്ട പോലത്തെ. ഇതിൻ്റെയൊക്കെ ചെടിയുടെ പേരറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇനി നമ്മൾ നേരെ തിരിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ചെറിയൊരു മാവ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു മാവ്. പിന്നെ ഇത് അടുത്തത് ഈ ഒരു ചെടിയാണ് കേട്ടോ. ഈ ചെടിയിൽ സത്യത്തിൽ ഇലകളും കാര്യങ്ങളൊന്നും ഇല്ല, പൂവില്ല. തെച്ചി എന്നാണ് ഇതിൻ്റെ പേര് പറയാം. ഇത് വെള്ള റോസ, മുട്ടിട്ടിട്ടുണ്ട്. വിരിയുമ്പോൾ കാണിച്ചു തരാം സൈസ്. പിന്നെ വേറെ ഇങ്ങനത്തെ ചെടി ഉണ്ട് കേട്ടോ. സത്യത്തിൽ ഇതിൻ്റെ പേരൊന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ, വെറുതെ വെച്ചിട്ടുള്ളൂ. കുറേ ചെടികളുടെ പേരൊന്നും ഞങ്ങൾക്ക് കറക്റ്റ് അറിയില്ല. ഇനി പറഞ്ഞിട്ട് തെറ്റാണെന്ന് വെച്ചിട്ടോ പറയാത്ത. ഡാലിയ, ഇത് ഡാലിയ. പക്ഷെ ഇതിലൊന്നും വന്നിട്ടില്ല. അടിയിലത്തെ തന്നെയല്ലേ, ഡാലിയ തന്നെയല്ലേ. ഓർക്കിഡ്, ചെറിയൊരു റോസ് നിൽക്കുന്നുണ്ട് കേട്ടോ. കച്ചാർവാഴ നിൽക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞു 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 ചെടികൾ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതെ, ഒരു സാധനം നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിലൊരു സാധനം നിൽക്കുന്നുണ്ട് കേട്ടോ, തക്കാളി തൈ. അതന്നെ ആ സാധനം. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ പോകുമ്പോൾ ഇവിടെ പനിക്കൂർക്ക നിൽക്കുന്നുണ്ട് കണ്ടോ, പനിക്കൂർക്ക. പിന്നെ നെക്സ്റ്റ് സീതപ്പഴമാണ്. അതെ, ഇവിടെ ഒരു ചെറുതായിട്ട് വളർന്നു വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ പയർ വളരുന്നുണ്ട് കണ്ടോ. അതെ, പയർ. പിന്നെ വേപ്പിൻ്റെ ഇല. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഒരു തെങ്ങുണ്ട് കേട്ടോ. തെങ്ങുണ്ട് ഒന്ന്. ഇത് ആത്തച്ചക്കയുടെ ഒരു മരമാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കോവക്കയുടെ ഉണ്ട്, അതുപോലെ തന്നെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഉണ്ട്. കോവയ്ക്കൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ നമ്മൾ പൊട്ടിച്ചു. പിന്നെ ഇതിവിടെ ഒരു നഞ്ഞിച്ചെടി ഉണ്ട്. പിന്നെ കൊള്ളി നിൽക്കുന്നുണ്ട് കേട്ടോ. അതെ, ഇത് വലിയൊരു മാവുണ്ട് കേട്ടോ, കാണാൻ പറ്റണമെന്ന് അറിയില്ല. അതെ, വലിയൊരു മാവ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പയർ നട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ നട്ടിട്ട്, ചെറുതായിട്ട്. പിന്നെ ഇത് ഇപ്പുറത്ത് ചേന നിൽക്കുന്നുണ്ട്. പിന്നെ വാഴകൾ കുറേ ഉണ്ട് കേട്ടോ. അതെ, ഇതൊക്കെ വാഴകളാണ്. വേണ്ട, ഇത് മൊത്തം വാഴകളാണ്. ഈ 4 നേന്ത്രവാഴയാണ് കേട്ടോ. അതെ, ഇത് 4 നേന്ത്രവാഴയാണ്. ചീര നിൽക്കുന്നുണ്ട്. പിന്നെ ഇതേ കൊള്ളി നിൽക്കുന്നുണ്ട്. അമ്പഴങ്ങ, അമ്പഴങ്ങയുടെ ചെടിയാണ് കേട്ടോ ഇത്. ഒരു മിനിറ്റ്, അമ്പഴങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല, കണ്ടോ. അതെ, അമ്പഴങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. കുറേ ഉണ്ട്. അതെ, ചെറുതാണ്, പൂട്ടിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വാഴകളാണ് കേട്ടോ. അതെ, ഇതേ പപ്പായ നിൽക്കുന്നുണ്ട്. കുറേ പപ്പായ പൂട്ടിട്ടുണ്ട് കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, കണ്ടോ. നെക്സ്റ്റ് ഇതേ പുളിമരമാണുള്ളത്. ഞങ്ങളിത് കൂടെ നടക്കണത്. ഇവിടെ കണ്ടോ, ഇവിടെ തോടാണ് കണ്ടോ. ഞങ്ങളിത് കൂടെയാണ് നടക്കുന്നത്. അപ്പോൾ സൂക്ഷിച്ചൊക്കെ നടക്കണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. അതെ, ഇവിടെ കുമ്പളങ്ങ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളത് പൊട്ടിച്ചു. ഞാനതൊന്ന് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ പൂ നിൽക്കുന്നുണ്ട്, കുമ്പളങ്ങ. അങ്ങനെ കുമ്പളങ്ങ സെറ്റ് പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ വാഴകളുണ്ട്. കുന്നൻ, അങ്ങനെ എനിക്ക് കറക്റ്റ് പേരൊന്നും അറിയില്ല. പിന്നെ ഇതാണ് പുളി കേട്ടോ, പുളിയുടെ മരം. ഇതിൻ്റെ ഇടയിൽ വേറെ എന്തൊക്കെയുണ്ട്. നമ്മൾ ഒരു ചെടിയിൽ തന്നെ കുറേ ചെടികൾ നമ്മൾ ഉണ്ടാക്കും. അമ്മാട്ടോ, ഞാനല്ല. അതിൽ പയർ ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾ പൊട്ടിച്ചു. പയർ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു പപ്പായ നിൽക്കുന്നുണ്ട്. അതെ, പപ്പായയുടെ ഇല കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ വലിയ പപ്പായ മരം കേട്ടോ. ഇവിടെ നിൽക്കുന്നുണ്ട് കുറേ, കാണുന്നുണ്ടോ, കണ്ടോ. അതെ, 2 എണ്ണം ഉണ്ട്. പുല്ലാണ് ഇവിടെ, മഴ പെയ്ത കാരണേ ഫുള്ള് പുല്ലാണ്. നമുക്കിവിടെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇനി ആ സൈഡിലേക്ക് പോകാം. ഇവിടെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ മീന് തോട്ടിലുണ്ട് കേട്ടോ. ചെറിയ ചെറിയ മീനുകൾ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. നമ്മുടെ പപ്പായ വീടുണ്ട് കേട്ടോ, മരം. അതിലും കുറേ കായകളുണ്ട്, പപ്പായ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ട് വന്നപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു തന്നതാ കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് അതെ, ഇവിടെ നമ്മുടെ വാഴ കുലച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. വാഴ ഇതായിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിൽ കുറേ ഇതിലുണ്ട് കേട്ടോ, കുലച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് നമുക്ക് കാണാൻ പറ്റാത്ത കാരണേ എടുക്കാൻ പറ്റാത്ത കേട്ടോ. ഇപ്പം ഞാൻ നേരത്തെ കുറേ ചെടികൾ കാണിച്ചു തന്നില്ലേ, അതൊക്കെ അത് ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നിട്ടുള്ള ചെടികളാണ് കേട്ടോ. ഓരോ കുഞ്ഞിതും വലുതും ഒക്കെ ആയിട്ടുള്ളത് നമ്മുടെ ഈ സ്ഥലത്ത് ഉണ്ടായിട്ടുള്ള ചെടികളാണ്.
കുറേയൊക്കെ അത് ആ സൈഡിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സൈഡിലത്തെയും ഈ സൈഡിലത്തെയാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. പിന്നെ ഫ്രണ്ടിലത്തെയും. ഇനി നമുക്ക് ബാക്കിലേക്ക് പോകാം കേട്ടോ. വീടിൻ്റെ ബാക്കിലും കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് വ്യൂ. നമ്മുടെ ചെടികളൊക്കെ വെച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള എൻ്റെ വ്യൂ ഇതാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ചീനമുളക് നിൽക്കുന്നുണ്ട് കേട്ടോ. സൈഡിലേക്കാണ് നിൽക്കുന്നത്, ഉണ്ടായി നിൽക്കുന്നുണ്ട്. കാണുന്നുണ്ടോ? കണ്ടോ, കുറച്ചധികം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചീനമുളക്, ചെറിയ വാഴയും ചേമ്പ് അല്ലേ, ചേന സോറി ഗൈസ്, ചേന എനിക്ക് ഇതിൻ്റെ പേരൊന്നും അറിയില്ല. ഇത് കൂവച്ചെടി നിൽക്കുന്നുണ്ട്. സത്യത്തിൽ അമ്മയ്ക്ക് തന്നെ അറിയുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉള്ളതെന്ന്. ഇതിൻ്റെ ഇടയിൽ ഒരു തെച്ചി നിൽക്കുന്നുണ്ട് കണ്ടോ. ഇതേ കായൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. തെച്ചി നിൽക്കുന്നുണ്ട്, മരുന്ന് തെച്ചി എന്നാണ് അമ്മ പറഞ്ഞത്. ഇതേ പിന്നെ ചേമ്പ്, ഒരു വലിയ ചേമ്പ് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതേ കൊള്ളി നിൽക്കുന്നുണ്ട്. കറക്റ്റ് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. കണ്ടോ, ഇതേ ഇവിടെയും ചേമ്പ് നിൽക്കുന്നുണ്ട്. ഇതേ ഒരു വേപ്പിൻ്റെ ഇലയുടെ സംഭവം നിൽക്കുന്നുണ്ട്. പുളിയുണ്ട്. ഇത് കോവി തന്നെയല്ലേ? ആ കൂവ. പിന്നെ അപ്പുറത്ത് ഇതേ വേപ്പിൻ്റെ ഇല നിൽക്കുന്നുണ്ട്. ഇതാണ് വലിയൊരു മാവ്. ഇതും മാവ് തന്നെയാണ് കേട്ടോ. ഇനി ഇതൊക്കെ എന്താണ്, ഇതെന്താ ചെടി? ഈ സാധനം കുറെ അറിയാത്ത ചെടികളുണ്ട്. എന്ത്? ആ അതന്നെ, കറുവപ്പട്ടയുടെ ചെടി. കറുവപ്പട്ടയുടെ മണണ്ട്. പിന്നെ ഇതേ ഇതിൻ്റെ ഉള്ളിൽ കുരുമുളക് നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, കുരുമുളക് ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാ വേപ്പിൻ്റെ ഇല, കൂവ, ഇതാ വാഴ. ഉണ്ടാ എവിടെ പോയാലും നമുക്ക് വാഴ ഉണ്ടാവും. കണ്ട പുളി, ഇതൊക്കെ പുളിയാണ്. പിന്നെ ഒരു കച്ചാർ വാഴ നിൽക്കുന്നുണ്ട് കേട്ടോ. ചെടികളും അതുപോലെ തന്നെ കൃഷിയും കാര്യങ്ങളും ഇത് ഇത്രേ ഉള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാ ചെടികളും കാര്യങ്ങളും. ഇവിടെ വെയിൽ ചെറുതായിട്ട് അടിക്കുന്നുണ്ട്. അപ്പം കുറേ ചെടികളുടെ പേര് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. അപ്പം അമ്മയ്ക്കായാലും കുറച്ച് ചെടികളുടെ പേര് അറിയില്ല. പിന്നെ ചില എന്താ പറയുക, ഈ ഇലച്ചെടികളാണ് കൂടുതലും. ശരിക്കും അതിന് പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് അറിയാത്തത് കൊണ്ടാട്ടോ നമ്മൾ പറയാത്തത്. അപ്പോൾ അറിയണവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക ഏത് ചെടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇത്ര തന്നെ ഉള്ളൂ ചെടിയും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ കുറച്ച് കൃഷി, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും എല്ലാ സാധനങ്ങളൊക്കെ ചെയ്തോളോ, കമൻറ്റ് ചെയ്തോളോ. ചെടികളുടെ പേര് കുറച്ചതിൻ്റെ ഒന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെ ചെടികളുടെ പേര് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോളോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. ബൈ.